നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു സംശയവും വേണ്ട, അത് ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനി തന്നെയാണ്. പിന്നെ പ്രസിഡന്റ് പെഷസ്ക്യാനും. ഈ രണ്ടുപേരെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഇന്ന് നടന്ന ആക്രമണങ്ങളിൽ ഖമനേയിയുടെ കൊട്ടാരം പൂർണ്ണമായും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഖമേനി ആ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പെഷസ്ക്യാനും പരിക്കേറ്റിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് സമീപം ആക്രമണം നടന്നുവെങ്കിലും പെഷസ്ക്യാന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുമൊക്കെയാണ് ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പെഷസ്ക്യാൻ്റെ കൊട്ടാരത്തിന് സമീപം ആക്രമണം നടന്നുവെങ്കിലും അദ്ദേഹത്തിന് പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ പുറത്താക്കുക തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തിൻ്റെ പോലും അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അതുതന്നെയാണ്. അയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോഴും ഏതോ ബങ്കറിനുള്ളിൽ സുരക്ഷിതരായി ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതെവിടെയായും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും പിടികൂടുക എന്നുള്ളത് അവർ ഒരു കാരണവശാലും മാറ്റിവെക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. 86 വയസ്സുകാരനായ അയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പ്രായാധിക്യമുണ്ട്, അങ്ങനെ നിരവധി പ്രതിസന്ധികൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 20ഓളം പേർ വരുന്ന ഒരു സംഘമാണ് ഖമേനിക്കൊപ്പമുള്ളതെന്ന് പറയപ്പെടുന്നു. ഇവർ നേരത്തെ പ്രശ്നമുണ്ടായാൽ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ആയിരക്കണക്കിന് കോടി ഡോളറുകളാണ് ഇദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും നിക്ഷേപിച്ചിട്ടുള്ളത്. അങ്ങനെ റഷ്യയിലോ മറ്റോ പോയി ഇനിയുള്ള കാലം സ്വസ്ഥമായി ജീവിക്കാനാണ് ഖമേനി കുടുംബം ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് ഒരിക്കലും അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. റഷ്യ എല്ലാ കാലത്തും ഇറാന് എല്ലാ പിന്തുണയും നൽകിയിരുന്നു എങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഖമേനിക്ക് വിമാനത്തിലൊരിക്കലും ഈ അതിർത്തി കടന്നു പോകാൻ കഴിയുകയില്ല. കാരണം ആ മേഖല മുഴുവൻ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാര നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ ആക്രമണത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് തന്നെയാണ്. സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മൊസാദ് തന്നെ ഒരു പ്രസ്താവന ഇന്ന് നടത്തിയിട്ടുണ്ട് ഇറാനിലെ ജനങ്ങളോട്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഉള്ളത്. ഈ ഭരണകൂടത്തെ പുറത്താക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇറാൻ്റെ പഴയ ആ ഒരു സുവർണ്ണകാലം തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ചാരസംഘടനകളൊന്നും തന്നെ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന പതിവ് ഉള്ളതല്ല. എങ്കിൽ പോലും അവർ പോലും ഇപ്പോൾ രംഗത്തെത്തി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തങ്ങൾ നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൂടാതെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ഇറാനിലെ സൈന്യവും അവിടുത്തെ പോലീസുകാരും ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡും എല്ലാം തന്നെ ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് നല്ലത് എന്നാണ്. ഇപ്പോൾ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ കീഴടങ്ങാതെ അമേരിക്കയുമായി യുദ്ധം ചെയ്യാനാണ് അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എങ്കിൽ നിങ്ങളെ മുഴുവൻ പേരെ ഞങ്ങൾ വധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായ സമയത്തൊക്കെ തന്നെ അമേരിക്ക ആ ജനകീയ പ്രക്ഷോഭത്തെ പിന്തുണച്ചിരുന്നു. നിരപരാധികളായ നിരായുധരായ ജനങ്ങളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്താൽ ഞങ്ങൾ ഇടപെടുമെന്നൊക്കെ അന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 10,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ജനകീയ പ്രക്ഷോഭത്തിൽ. പക്ഷേ അതിനെയൊക്കെ തന്നെ ഇറാൻ മതഭരണകൂടം അടിച്ചമർത്തുകയായിരുന്നു. പിന്നീട് ആകട്ടെ അമേരിക്ക ഈ ദൗത്യത്തിൽ നിന്ന് പതുക്കെ പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി അമേരിക്ക ഇനി ഈ ഭാഗത്തേക്ക് ഇല്ല എന്ന് തന്നെ ഒരു വിശ്വാസം ഒരുപക്ഷെ ഇറാനും ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ അവർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് പട്ടാപ്പകൽ തന്നെയാണ് അവർ ആക്രമണം നടത്തിയെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ യുദ്ധം നടക്കുമ്പോഴൊക്കെ തന്നെ ഈ മിസൈൽ ആക്രമണവും ബോംബാക്രമണമൊക്കെ നടക്കാറുള്ളത് രാത്രി കാലങ്ങളിലാണ്. പക്ഷേ ഇത് പകൽ ഇറാനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സകലവിധ സന്നാഹങ്ങളുമുണ്ട്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട 2 പടക്കപ്പലുകളും അവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിലാണ് തമ്പടിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഇറാൻ നേർക്ക് ആക്രമണം നടത്തുക വളരെ എളുപ്പമാണ്. ഇറാഖിന് മുകളിലൂടെ മിസൈലുകൾ ചീറിപ്പായുന്നതിൻ്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് 35ഓളം മിസൈലുകളാണ് അവർ ഇസ്രായേലിലേക്ക് അയച്ചതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒന്നും തന്നെ ഫലം കാണാതെ പോയി. കൂടുതൽ മിസൈലുകളെ അയൺ ഡോം സംവിധാനം തകർത്തു. മറ്റു ചില മിസൈലുകളാകട്ടെ ചെന്ന് പതിച്ചത് ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കായിരുന്നു. മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, ബഹ്റൈനിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആ മിസൈൽ ചെന്ന് പതിച്ചത് ഇപ്പോൾ ആൾവാസമില്ലാത്ത, അതായത് അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു പോയ ഒരു മേഖലയിലാണ് ഈ മിസൈൽ ചെന്ന് പതിച്ചത് എന്നാണ്. എങ്കിലും ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആകെ ജാഗരൂകരായിരിക്കണം. അവരെല്ലാവരും വിഷമത്തിലാണ്. കാരണം ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക സൈനിക താവളങ്ങളുണ്ട്. തങ്ങൾ ആക്രമിച്ചാൽ ഈ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഒരു അതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിരുന്നിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല
ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലെബനനിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങളെ ആക്രമിക്കുകയാണ് അവർ. കാരണം നേരത്തെ ഇസ്രായേലിലേക്ക് കടന്നു വന്ന പല മിസൈലുകളും ഹിസ്ബുള്ള അയച്ചതാണ് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ കരുതുന്നത്. ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇപ്പോഴും ലെബനിൽ വളരെ ശക്തമാണ്. അവിടെ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൈകാര്യാണ് ഇവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യമേ തന്നെ നേരെ ലെബനനിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങളും ഇപ്പോൾ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പുതിയൊരു ലോകക്രമം തന്നെയായിരിക്കാം ഒരുപക്ഷേ ഈ യുദ്ധത്തിലൂടെ ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇറാനിൽ 1979 മുതൽ നിലനിന്നിട്ടുള്ള അതിഭീകരമായ മതഭരണകൂടത്തിൻ്റെ നിയമങ്ങളെല്ലാം മാറ്റി എഴുതി പുതിയൊരു ഭരണകൂടത്തെ അവിടെ നിയോഗിക്കാനും അങ്ങനെ ഇറാൻ്റെ സുവർണ്ണകാലം തിരികെ കൊണ്ടുവരാനും തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാനിലെ കിരീടാവകാശിയായ റൈസ പഹലവി ഇന്നും ഈ പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയും വേഗം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചത്. അപ്പോൾ ഏതായാലും ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖമേനിയും പെഷസ്ക്യാനെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ജീവനോടെ പിടികൂടുമോ അതോ വധിക്കുമോ എന്നുള്ളതാണ്. ഈ ഖമേനി വധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഖമേനി മത നേതാവ് കൂടിയാണ്, അതല്ലാതെ രാജ്യത്തെ ഭരണാധികാരിയല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരാളിനെ വധിച്ചാൽ അത് ഗൾഫ് രാജ്യങ്ങൾ ഒരുപക്ഷെ അതിനെതിരായി മാറുമോ എന്ന് സ്വാഭാവികമായി അവർ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്നുണ്ടായിരിക്കുന്ന സംഭവം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തന്നെ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇനി ഖമേനിയെ വധിച്ചാൽ പോലും അറബ് രാജ്യങ്ങളൊന്നും തന്നെ അക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യത കാണുന്നില്ല. ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. അവർക്കിനെ കൃത്യമായി ആക്രമിച്ച് ഇറാനിലെ ഭരണാധികാരികളെ പിടികൂടുക, മതമേലധ്യക്ഷന്മാരെ പിടികൂടുക, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഖമേനി ഉൾപ്പെടെയുള്ളവരെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ ജീവനോടെ അല്ലാതെ പിടികൂടുക. അങ്ങനെ മാത്രമേ ഇറാനിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കുന്നത്. അതിനുള്ള തുടക്കമായിട്ട് വേണം ഈ ഒരു ആക്രമണത്തെ നമ്മൾ നോക്കിക്കാണാൻ.